ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വീടല്ല, അതായത് വീട് 1 വർഷം കഴിഞ്ഞു നമ്മളെ വീട്ടിൽ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ച് പോരായ്മകളുണ്ട്. അതായത് ഇപ്പോൾ ആ മുകളിൽ നിൽക്കുന്ന ഒരു ഭാഗം കണ്ടോ, അവിടെ നമ്മൾ 2 വട്ടം ചെടി വെച്ചു. അത് 2 വട്ടം വെച്ച ചെടി നമുക്ക് നോക്കാൻ പറ്റാതെ പോയതാണ്. അതായത് അതിന് കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചിട്ടില്ല. അതായത് നോക്കാൻ പറ്റാതെ നമ്മളിവിടെ ഉണ്ടാവലില്ല. ഇനി നമ്മളെന്തായാലും പെര കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതൊക്കെ ഇവിടെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കും മാതിരി അവിടെ എല്ലാ സ്ഥലത്തും വെച്ചതാണ്, അവിടെ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ആ 3 സ്ഥലത്തും കൂടിയുള്ള സാധനങ്ങൾ വാങ്ങുക അതിനൊക്കെ ആയിട്ടൊന്ന് ഞങ്ങൾ മണ്ണൂത്തി പോവുകയാണ്. പിന്നെ വേറെ കുറേ ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ഇപ്പോൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അതെല്ലാം വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അല്ലേ ഇനി എന്തെങ്കിലും വരാനുണ്ടോ? എത്ര വരാണ്ട്? ഇനി 2 കൂടി വരാണ്ട്. അതും കൂടി വന്നിട്ട് ഓൺലൈനിൽ നിന്ന് മൊത്തം എത്ര റുപ്യക്ക് പർച്ചേസ് ചെയ്തു? 10,000 റുപ്യയോ? 5 പോരാ. ആ കസാലക്ക് നല്ല വില ഉണ്ട്. അത് റിട്ടേൺ അയച്ചോ? 300 ചില്ലാനോ? ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് ദിവസമായിട്ട് നമ്മൾ പ്രോപ്പറായിട്ട് വ്ളോഗ്സ് ഇട്ടായിരുന്നില്ല. ഇനി ഇൻഷാ അള്ളാ ഇവിടുന്ന് അങ്ങോട്ട് പ്രോപ്പറായിട്ട് വ്ളോഗ്സ് ഇടും. നമ്മുടെ ബിസിനസ്സിൻ്റെ ഓട്ടത്തിലായിരുന്നു വ്ളോഗ്സ് ഒന്ന് കുറഞ്ഞത്. ഇനി നല്ല നല്ല വ്ളോഗ്സും എല്ലാം വരുന്നുണ്ട്. ഇനി നോമ്പൊക്കെ വരുമ്പോൾ നോമ്പിനായിട്ടുള്ള സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനാണ്. പിന്നെ പുതിയ ബിസിനസ് സിനിമയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പഴയതിലും ഊർജ്ജവന്മാരായിട്ട് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പോരെ, മക്കളെയൊക്കെ വർക്കിങ്ങാണ്ടാട്ടോ വരുന്നത് അല്ലേ? ഓക്കെ ഗൈസ്, മക്കളെ വർക്കിങ്ങാണ്ടാണ് പോകുന്നത്. ഉച്ച ടൈമിലാട്ടോ പോകുന്നത്. അവൾക്ക് ബൈക്കിൽ പോകാൻ ഭയങ്കര പൂതി. ഞാൻ ലേഖനം വെച്ച് ഇങ്ങോട്ട് പോകുമ്പോൾ ഇവള് പറയാം, നിങ്ങൾ കൊണ്ടുപോകില്ല, നിങ്ങൾക്ക് വേഗം എനിക്ക് 2 മക്കളാക്കിയിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ നശിപ്പിച്ചു എന്ന് പറഞ്ഞേ. ബുള്ളറ്റുമ്പോൾ ഈ കയറുമൊക്കെ ചെയ്തിരിക്കണേ. അപ്പോൾ പിന്നെ വേഗം കുട്ടികളൊക്കെ ഉറക്കിയിട്ട് വരി. നമുക്ക് എന്ത് ചെടി വാങ്ങാനാണ് പോണേ? കടലാസും പൂവ്. പണ്ടത്തെ കടലാസും പൂവില്ല, അതിപ്പോൾ വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ബോഗിമില്ല. ഓക്കെ, അത് നമുക്ക് 2-3 ഇടത്തേക്ക് സെറ്റ് ചെയ്യാനുണ്ട്. ബൈക്കിൽ പോണോ? കുറേ ചെടിയൊന്നും ഉണ്ടാവില്ല. നമുക്ക് ബൈക്ക് പോകാൻ ആഗ്രഹമാണെങ്കിൽ ബൈക്കിൽ പോവാ. ചട്ടി കൊടുക്കല്ല, ചട്ടിയോ മുകളിലില്ലേ ഒരു ചെടിയെ കവറിലാക്കി തരും. പോയി നോക്കാം. വാ, നീ ബൈക്കിൽ ആഗ്രഹം വെച്ചിരിക്കല്ലേ, ആഗ്രഹങ്ങൾ നടക്കട്ടെ. ഇതിപ്പോ ഫുള്ള് ട്രെൻഡാണ്. ഇതിൽ ഏത് പോകുമില്ലേ പറയണേ? വൈറ്റാ വേണ്ട? 2 കളർ ഇങ്ങനെ ആക്കലേ? 2 കളറാ വേണ്ട? ഒരു ചട്ടിയിൽ 2 കളറാ? ഇത് മോഡലാണ്. പോയി നോക്കാം. വൈറ്റ് വേണ്ടേ? ചോദിച്ചോക്കാം. റോസാപ്പ് എന്തെങ്കിലും വേണോ? ആ ചുമരുമ്പോ പറ്റി കയറുന്ന ചെടി എവിടെയെന്ന് ചോദിച്ചു നോക്കട്ടോ. ഏത്? അത് കടും ചുവപ്പ്. ഇതൊരു ഇളം റോസ്. ഇത് വള്ളി പോലെ പോകുന്നടാ, വള്ളി പോലെ പോകുന്ന. ഇതെന്താ റേറ്റ് വരുന്നേ? നമ്മൾ ബോഗിമില്ല വാങ്ങി ആ കളറ്, പിന്നെ വൈറ്റ്. നമ്മൾ ഇത്രയും ചെടികൾ പോയി വാങ്ങി വന്നു. ബൈക്കിൽ തന്നെ ഇട്ട് കൊടുന്നേ. അതായത് ഒരു റോസ്, ഒരു വൈറ്റ്, പിന്നെ ഇതിനെന്തോ പറഞ്ഞു, എന്തോ റെഡാണ് ഇത്. നമ്മുടെ ചില്ലി റെഡ്. ഇത് നമ്മളാണ്, ഇത് കുറച്ച് കനം കുറവാണ്. അതുകൊണ്ട് ഇതിങ്ങനെ കയറി പോകാനും ഇങ്ങനെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ആ ഒരു കമാനം കണ്ടോ, അതിലൂടെ അതിങ്ങനെ കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടായാൽ കാണാം. ഇത് ഇന്നലെ തുടങ്ങിയ പിരാന്ത വിളിക്കുന്നിട്ട് ഇവള് അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പോയി പൊട്ടിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഉണ്ടായത് വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയിട്ട് വാങ്ങിയാണ്. കൂടിയിരിക്കലിൽ കയറിയത് ഈ പെരയുടെ മുകളിലോട്ട്. ഇവിടെയൊക്കെ നിൽക്കുമ്പോഴാണ് ഈ പെരയുടെ സൗന്ദര്യം ഞാൻ അറിയുന്നത്. ഇവിടേക്കൊന്നും കയറലില്ല. ഓക്കെ, നമ്മളൊരു ചെടി അതാ അവിടെ ഇരിക്കുന്നുണ്ടതാ കണ്ടോ. അത് നമുക്ക് നോക്കാം ഉണ്ടാവില്ലേ എന്നുള്ളത്. വെയിലില്ല, നല്ല വെയിൽ വേണം. ഇങ്ങനെ കാലിടുക. ഇതിൽ വെച്ചതാ പറഞ്ഞത്, ഫുള്ള് കരിഞ്ഞു പോയി. ഇനി നമുക്ക് ഈ വൈറ്റ് ഇതിൽ വെക്കാം. എന്നാൽ പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല ഷോ ഉണ്ടാവും. നനച്ചെടുക്കൽ എന്നും നനച്ചെടുക്കണം കേട്ടോ, എന്നാലും അതൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, മുപ്പ കാണിക്കണോ? ഇനിയുണ്ടോ? ആ റൂമിൽ ഇനിയും പണിയുണ്ട് ഇത്രേ. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് കാണിച്ചുതരാം. എന്തിനാണ്? നമ്മളെ പുതിയ ബ്രാൻഡിൻ്റെ
വീഡിയോസ് ഒക്കെ നമ്മുടെ ഈ റൂമിൽ നിന്നാണ്. ഷോപ്പല്ല, ഓൺലൈനാണ് ഗൈസ്. ആദ്യം ഇരുന്ന് കാലം നിൽക്കാന്ന് പറഞ്ഞല്ലേ, ആദ്യം നമ്മൾ ആ റൂമാണ് നമുക്ക് എന്താക്കണേ, നമ്മളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ഫൈനലി ഔട്ട് കാണിച്ചു തരാം. ഓക്കെ, അല്ല വലിയ സെറ്റപ്പ് ഇല്ല. നമ്മൾ തുടങ്ങണത് നമ്മൾക്ക് എന്താ വെച്ചാൽ പല കുട്ടികളെ തന്താവാൻ നമുക്ക് ആഗ്രഹമില്ല, നമ്മൾ ബ്രാൻഡിൽ തുടങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ആഗ്രഹം അല്ലേ. ഓക്കെ, ഏതായാലും നമ്മൾ എഫേർട്ട് എടുക്കേണ്ട റിസ്ക് ഉണ്ട്. ബ്രാൻഡ് എങ്ങനെയെങ്കിലും കഴിച്ചിലാവുകയാണെന്നുണ്ടെങ്കിൽ സുഖമായില്ലേ. അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കാണ് കഴിച്ചത്. ഇന്നലെ എല്ലാവരുടെയും പരാതി അലേഹനെ കാണാനില്ല, അലേഹനില്ലെങ്കിൽ വീഡിയോ രസമല്ല, മക്കളില്ലാതെ വീഡിയോ രസമല്ല എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ അംഗം കണ്ടില്ലേ, അടിയിന്ന് ഇത്രയും വലിയ ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിന്ന് മേശൻ്റെ മുകളിൽ എന്തൊക്കെയുള്ളത് വെച്ചാൽ അതെല്ലാം എടുത്തിട്ട് ഓളുടെ ടപ്പ് കളിയാണ് ഇവിടെ. പിന്നാക്കം പോയാൽ പല്ല് പോകും, ഇറങ്ങി അവിടുന്ന്. താനെ താനാനെ താനാനാനെ തനെ താനെ താനാനെ താനാനാനെ എല്ലുള്ളേരി എല്ലുള്ളേരി മാലിനഗരെ വിളിച്ചപ്പെട്ട ഇതുണ്ട് കയ്യെ മാലിനഗരെ എല്ലുള്ളേരി മാലിനഗരെ. ഒരാള് ചെറി ഇതാ, ഒരാൾ ഇവിടെ കടന്ന് നല്ല ഐബു അവിടെ, ഐബു അലേഹ, ഐബു എവിടെ, ഐബു കുഞ്ഞാമേന്റെ വീടിക്ക് പോണ. അതിന്റെ അതൊക്കെ സിമ്മിയാണ്. ഇപ്പൊ അത് ഉടുപ്പായി മാറിയിരിക്കണ്, വലുതായി. അലേഹൊക്കെ വലുതായി. നിങ്ങൾക്ക് ഇപ്പൊ അലേഹക്ക് കറക്റ്റ് എത്ര വയസ്സായിന്നറിയോ? എത്രയായി? അത്ര ആയിട്ടുള്ളൂ? അതില് കൂടിയില്ലേ? പിന്നെ ഒരു വയസ്സും 8 മാസമായില്ലേ? 2 വയസ്സായി. ഇപ്പോഴും തപ്പേ ഉള്ളൂ. ഞെട്ടങ്ങക്ക് ഇവനെത്രായി? എനിക്ക് 4 മാസമായി അല്ലേ? ഒരു കേടുണ്ടായിരുന്നില്ല, 4 മാസം വരെ ഒരു സൂക്കറും ഉണ്ടായിരുന്നില്ല. ഇടക്കൊക്കെ മക്കൾക്ക് സൂക്കട് വരണം, അതറിയില്ല, പനി വരണത്രേ, അല്ലെങ്കിൽ വേറെന്തോ കേടാ. ജലദോഷം വന്ന് പോണോ? ജലദോഷല്ലേ? അതൊക്കെ ഓന പോളിയോ വെച്ചിട്ടും കൂടി ഓൻ പനിക്കലില്ല. അപ്പൊ പിന്നെ ഇടക്കൊക്കെ ഓരോ പനിയൊക്കെ നല്ലതാ. അപ്പൊ നല്ല ഉച്ചക്ക് നമുക്ക് എന്തായാലും ഡോക്ടറെ കാണിക്കാൻ പോണം. ഇജ്ജ് പോണ്ടോ? എന്റെ മൂത്താളി എന്റെ ഒപ്പം ഒരു പെങ്ങളൊപ്പം മക്കളൊപ്പം ഓലൊക്കെ അവിടെ ഡാൻസാ, ഫുള്ള് ഡാൻസാ. ഗായ്സ്, അങ്ങനെ ഇന്നലത്തെ വീഡിയോ അതിൽ ഏറ്റവും കൂടുതൽ കമന്റ്സ് വന്നത് ഭയങ്കര രസകരമായ സംഭവം കേട്ടോ. അതായത് ഉമ്മാക്ക് മാത്രല്ല, ഈ വീട്ടിലെ കച്ചറ ഉണ്ടാക്കുന്ന ആളും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ആളും ഞാനാണ്. അതെ, ഞാനാണോ ഗൈസ്? നിങ്ങൾ പറയാം, അതിന് ഉത്തരം പറയും. ഞാനാണോ? നിങ്ങൾ പറയും, ഞാനാണോ? അതെ, ഞാനാണ് ഗൈസ്. ഞാൻ അങ്ങനെയെങ്കിലും ഇവരൊന്ന് വർത്താനം പറയുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുകയാണ് ഗൈസ്. അതൊന്നും അല്ല, ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുകയും ചെയ്യും. വീഡിയോക്കൊക്കെ ഭയങ്കര രസം ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ഓൾറെഡി ഒരു പോടെന്നൊക്കെ ചിന്തിച്ചാണ്. അപ്പം ഞാൻ അതിനെ കുറച്ചൊക്കെ എരിയും പുളിയൊക്കെ കൂട്ടിയിട്ട് ഇവർ രണ്ടാളി തല്ലിക്കാനും തല്ലിക്കാനൊക്കെ നോക്കും. പക്ഷെ വീഡിയോയിലെ അവസാനം റെഡി ആവും കേട്ടോ ഗൈസ് അല്ലേ? ഞാൻ അഥവാ റെഡി ആവാതിരിക്കുമോ? എന്ത് 4 മാസം കഴിഞ്ഞിട്ട് തല ഉറച്ചിട്ടില്ലേ? അങ്ങനെ എത്ര മാസത്തിലെ തല കുട്ടികളെ തല ഉറക്കാം? ഉറച്ചു. അലയൊക്കെ കൗല നോക്കിയായിരുന്നേ. ശരിയും കൂടി ഇല്ല. തല ഉറക്കാത്ത കുട്ടിനെ നിങ്ങൾ ഇങ്ങനെ പിടിച്ചിക്കണേ. എന്നാ കുറച്ച് സിമെന്റ് മേനലും മെറ്റലൊക്കെ ഇട്ടിട്ടാണ്ട് ഉറപ്പിച്ചാളേ. മറക്കുടയാൽ മുഖം മറിക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല, മുണ്ടകപ്പാടത്തെ മുത്തും പവിഴവും കൊയ്യാനെത്തണ പ്രാവാണ്, തങ്കക്കിടാങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്, പാലാഴി തിങ്കൾ വന്നു കൊണ്ടു നിന്ന പൂമണം. അപ്പൊ എന്തായാലും പുതിയ വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. ഇനി നനച്ചുള്ളിപ്പണി എടുക്കണം. നിങ്ങളുടെയൊക്കെ പെരയില് നനച്ചുള്ളി, നിങ്ങൾക്ക് ആ പെരയില് നനച്ചുള്ളിപ്പണി കഴിഞ്ഞോ?
അവിടെ കുറച്ച് നനച്ചുള്ളിപ്പണി, നമുക്ക് അവിടെ ഒരു നനച്ചുള്ളിപ്പണി എടുക്കണം. അതേമാതിരി ഇവിടുത്തെ നനച്ചുള്ളിപ്പണിക്ക് ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇവിടെ എന്നും അതിൻ്റെ ഇടയിൽ ഉമ്മ എസ്കേപ്പ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. വെറും എസ്കേപ്പ് ആവുന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് കേൾക്കേണ്ട ആൾക്കാരൊക്കെ നമ്മളും ഇവര് എസ്കേപ്പ് ആവുക, ഇവര് മുണ്ടാതെ നടക്കുക. എന്നിട്ട് ഈ പെരയിൽ എന്താണ് എൻ്റെ ഒരു അഭിപ്രായത്തില് ഈ പെണ്ണുങ്ങൾക്ക് എന്തും പറയുകയും ചെയ്യുക. അതൊക്കെ അനുഭവിക്കുന്ന ആണുങ്ങളുണ്ട്. വെറുതെ അല്ല ആണുങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്താണോ ആണുങ്ങൾക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന് പോകണം. കുട്ടികളൊക്കെ മേക്കണമെങ്കിൽ ചില്ലറ പണിയല്ലേ. നമ്മളൊരു സ്ത്രീ വിരോധിയൊന്നുമല്ല. കാട്ടിക്കൂട്ടൽ എങ്ങനെയാണ് കണ്ടോ. അടുത്ത ആൾക്കാർ ഇടങ്ങേറാകും, അടുത്ത ആൾക്ക് അതൊരു പ്രശ്നമാകും എന്നുള്ളൊരു ചിന്ത ഉണ്ടാവില്ല. വെറുതെ ഓരോന്ന് പറയുക, ഓരോന്ന് ചെയ്യുക, ഓരോ ശരി മാത്രം ഓരോ നോക്കുക. ഓരോ ബാക്കിയുള്ളവരുടെ ഒരു ഇമോഷണലൊന്നും അങ്ങനെ ഒന്നും ഒരു കണക്ട് ആക്കുന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം, അടിപൊളി വിശേഷമൊക്കെ ആയിട്ട് കാണാം.